ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2017 നടന്ന LDCയിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ 10,000 rupees ഡാഷ് എ ലാർജ് സം സപ്ലൈ അപ്രോപ്രിയേറ്റ് വെർബ്. ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത് ആർ, ഈസ്, വാസ്, ഹാസ്. 10,000 rupees. 10,000 rupeesനെ എന്തായിട്ടാണ് പരിഗണിക്കുന്നത്? സിംഗുലർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. 10,000 rupees എന്ന് പറയുമ്പോൾ സിംഗുലർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഈസ്. ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി ഓർ മെഷർമെൻറ്റ്, പീരിയഡ് ഓഫ് ടൈം എന്നിവയ്ക്ക് ശേഷം സിംഗുലർ വെർബ് ആയിരിക്കണം. ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി ഓർ മെഷർമെൻറ്റ്, പീരിയഡ് ഓഫ് ടൈം എന്നിവയ്ക്ക് ശേഷം സിംഗുലർ വെർബ് ആയിരിക്കണം. ഇവിടെ തന്നിരുന്നത് 10,000 rupees. അപ്പോൾ 10,000 rupeesന് ശേഷം നമ്മൾ സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഈസ് ആണ് വന്നിരിക്കുന്നത്. എക്സാമ്പിൾ നോക്കൂ. 100 rupees ഈസ് ഇനഫ് ഫോർ എ ഡേ. 5 kilometers ഈസ് നോട്ട് എ ലോങ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവയ്ക്ക് ശേഷം എന്തായിരിക്കണം? സിംഗുലർ വെർബായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ ഡാഷ്. ക്വസ്റ്റ്യൻ യൂസ് പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. ആരും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തില്ല എന്ന മീനിങ് ആണ്. അപ്പോൾ സെൻറ്റൻസ് നെഗറ്റീവാണ്. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവിലായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്. താഴെ തന്നിരിക്കുന്നതിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഏതൊക്കെയാണ്? ഡിഡ് ദേയും അതുപോലെ ഡു ദേയും. ക്വസ്റ്റ്യനിൽ നോക്കൂ, അറ്റൻഡഡ് എന്നാണ്. അപ്പോൾ ഡിഡ് ആയിരിക്കും എന്ത് വരുന്നത്? ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത് ഡിഡ്, അറ്റൻഡഡ്. അറ്റൻഡ് പ്ലസ് ഡിഡ്, അറ്റൻഡഡ്. അപ്പോൾ അറ്റൻഡ് എന്നായിരുന്നു എങ്കിൽ ഡു ദേ ആയിരിക്കും. ഇവിടെ ഡിഡ് ദേ ആണ്. അപ്പോൾ നൺ ഓഫ് ദം അറ്റൻഡഡ് ദി ഫംഗ്ഷൻ. ക്വസ്റ്റ്യൻ ടാഗ് എന്താ വരിക? ഡിഡ് ദേ. അതുപോലെ നോ വൺ, എനി വൺ, നോബഡി, എനിബഡി, സം വൺ, സംബഡി, എവരി വൺ, എവരിബഡി, നൺ എന്നിവയിൽ ആരംഭിക്കുന്ന സെൻറ്റൻസിൽ ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് ദേ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. അതുകൊണ്ട് സബ്ജക്റ്റ് ദേ വന്നു. അപ്പോൾ നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഡിഡ് ദേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ ഡാഷ് ഓഫ് കാറ്റിൽ ഈസ് പാസിംഗ് ത്രൂ ദി ഫോറസ്റ്റ്. എ ഡാഷ് ഓഫ് കാറ്റിൽ ഈസ് പാസിംഗ് ത്രൂ ദി ഫോറസ്റ്റ്. കളക്റ്റീവ് നൗണാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഹേർഡ് ഓഫ് കാറ്റിൽ. എ ഹേർഡ് ഓഫ് കാറ്റിൽ ഈസ് പാസിംഗ് ത്രൂ ദി ഫോറസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി, ഹേർഡ്. അതുപോലെ കുറച്ച് കളക്റ്റീവ് നൗൺസ് നോക്കൂ. എ ഹേർഡ് ഓഫ് ഡീർ, എ ഹേർഡ് ഓഫ് എലിഫൻറ്റ്സ്, എ ഹേർഡ് ഓഫ് ബുഫലോസ്, എ ഹേർഡ് ഓഫ് കൗസ്, എ പോഡ് ഓഫ് ഡോൾഫിൻസ്, എ പ്രൈഡ് ഓഫ് ലയൺസ്. അതുപോലെ എ ഫ്ലോക്ക് ഓഫ് ഗീസ്, എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, എ പാക്ക് ഓഫ് വോൾസ്, എ പാക്ക് ഓഫ് ഡോഗ്സ്, എ പാക്ക് ഓഫ് കാർഡ്സ്, എ സ്വാം ഓഫ് ഫ്ലൈസ്, എ സ്വാം ഓഫ് ആൻഡ്സ്, എ സ്വാം ഓഫ് ബീസ്. അടുത്ത ക്വസ്റ്റ്യൻ, The workers built a bridge. The workers built a bridge. Change into passive voice. തന്നിരിക്കുന്ന ചോദ്യം ആക്റ്റീവ് വോയിസിലാണ്. അതിന് നമുക്ക് പാസീവ് വോയിസ് ആക്കണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സബ്ജക്റ്റ് കണ്ടുപിടിക്കണം. പ്രവൃത്തി ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. തൊഴിലാളികൾ ഒരു പാലം നിർമ്മിച്ചു. ദ വർക്കേഴ്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ബിൽറ്റ് ആണ് വെർബ്. എ ബ്രിഡ്ജ് എന്ന് തുടങ്ങുന്നതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ പാസീവ് വോയിസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലായിരിക്കും? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എ ബ്രിഡ്ജ് എന്നാണ്. അതുപോലെ വെർബ് നോക്കൂ. വെർബ് ബിൽറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫോമാണ്. ബിൽറ്റ് അങ്ങനെയാണ് 3 ഫോം. ബിൽറ്റ്. ഇവിടെ തന്നിരിക്കുന്നത് സെക്കൻഡ് ഫോമാണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ പാസീവ് വോയിസ് ചെയ്യുമ്പോഴും അത് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കണം. അപ്പോൾ ബ്രിഡ്ജ് ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ സബ്ജക്റ്റും ഒന്ന്. അപ്പോൾ വാസ് ഉപയോഗിക്കണം. സിമ്പിൾ പാസ്റ്റ് വാസ്. അപ്പം എ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ബൈ ദ വർക്കേഴ്സ്. അപ്പോൾ ആദ്യം എ ബ്രിഡ്ജ് ഒബ്ജക്റ്റ് ഉപയോഗിച്ചു, പിന്നെ വെർബ് ഉപയോഗിച്ചു, പിന്നെ സബ്ജക്റ്റ് ഉപയോഗിച്ചു. അപ്പോൾ ആൻസർ വരുന്നത് ഏതാ നോക്കൂ. ഓപ്ഷൻ സി ആണ്. എ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ബൈ ദി വർക്കേഴ്സ്. ആദ്യം ഒബ്ജക്റ്റ് ഉപയോഗിച്ചു. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എ ബ്രിഡ്ജ് എന്നാണ്. പിന്നെ വെർബ് സിമ്പിൾ പാസ്റ്റ് ബിൽറ്റ് എന്നുള്ളത് സെക്കൻഡ് ഫോമാണ്. അപ്പോൾ പാസീവ് വോയിസിലും സിമ്പിൾ പാസ്റ്റ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ വാസ് ബിൽറ്റ്, പിന്നെ ബൈ ചേർക്കുക, ബൈ ദ വർക്കേഴ്സ്, സബ്ജക്റ്റ് ചേർത്തു.
അപ്പോൾ ദ വർക്കേഴ്സ് ബിൽറ്റ് എ ബ്രിഡ്ജ്, അതിൻ്റെ പാസീവ് വോയിസ് എന്ന് പറയുന്നത് എ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ബൈ ദി വർക്കേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി ഗുഡ്. ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി ഗുഡ്. കറക്റ്റ് ദ സെൻറ്റൻസ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അവൾ വളരെ നന്നായിട്ട് ഫ്രഞ്ച് സംസാരിക്കുന്ന പറയുന്നത്. ഇതിലെ വെർബ് എന്ന് പറയുന്നത് സ്പീക്സ് ആണ്. വെർബ് എന്ന് പറയുന്നത് സ്പീക്സ്. സംസാരിക്കും എന്നുള്ളത് എങ്ങനെയാണ് പറയുന്നത്? വളരെ നന്നായിട്ട് സംസാരിക്കുന്ന പറയുന്നത്. വളരെ നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ സ്പീക്ക് എന്ന വെർബിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അഡ്വർബ്. സ്പീക്ക് എന്ന വെർബിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതാണ് അഡ്വർബ്. ഇതിൽ ഗുഡ് എന്ന് പറഞ്ഞാൽ അഡ്വർബ് അല്ല, അത് അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഗുഡിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വെൽ. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ആൻസർ വരുന്നത് ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി വെൽ. ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി വെൽ. ഓപ്ഷൻ ബി. അപ്പോൾ ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി ഗുഡ് എന്നതിൻ്റെ കറക്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി വെൽ.